ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, തലയാക്കുളത്തമ്മേ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കാരുണ്യം കൊണ്ട് നമുക്ക് ഇന്ന് 11ാം ദിവസം സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. എല്ലാവരുടെയും പാദത്തിൽ കൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ ആ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ ദിവസവും യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് ഇങ്ങനെ തുടർന്ന് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ പാരായണം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ സമർപ്പിക്കാൻ പോകുന്ന
ആ പുഷ്പങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് മനസ്സ് ഭഗവാന് സമർപ്പിക്കണമെന്നുള്ള ഭാവത്തിൽ ആണ് സമർപ്പിക്കേണ്ടത്. തൻ്റെ മനസ്സാണ് അവിടെ സമർപ്പിക്കണേ. ആ മനസ്സ് ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ചേർത്ത് വയ്ക്കണോ. ഈ പാദം വിട്ട് ആ മനസ്സ് എവിടേക്കും പോകരുത്. ഈ കഥകളിൽ രമിച്ചുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങയുടെ ആ പാദത്തിൽ തന്നെ ചേർത്ത് വയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. എല്ലാവരുടെയും മനസ്സൊക്കെ എവിടേക്കോ പോവുകയാണല്ലോ ഒന്ന്.
ഇവിടെ പറയണതിൽ ജാനകീ ജീവനസ്മരണം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി മനോജവം ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരിശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. രാധേശ്യാം കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ചത് ആ ജടായുവിനെ ഭഗവാൻ കാണുന്നു. ആ ജടായുവിനോട് പറയാണ്, ഇനി ഇതാ ഞാനിരിക്കണേൻ്റെ അടുത്ത് താമസിക്കൂ എന്ന് പറഞ്ഞ് ജടായുവിനെ അനുഗ്രഹിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്തത്. ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി പഞ്ചവടി പ്രവേശം ആണ് നമ്മൾ പാരായണം ചെയ്യണത്. എല്ലാവരും കിട്ടിയില്ലേ?
ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടാമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. കഷ്ടം ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കിങ്കരപ്രവേരനായി വാഴ്ക നീ മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു പോരെന്നു ബുക്കിതു പഞ്ചവടി തന്നിലമ്മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമാ ഗംഗാ നദിക്കുത്തരാതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും. കദളീപനസാമ്രാദ്യാഖില ബലവൃക്ഷാവൃത കാനനെ ജനസമ്പാദവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഇത് നല്ല വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഫലമൂലാദികളും ലക്ഷ്മണനോദിനം ബലവും കൊണ്ടുവന്നു കൊടുത്തു പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ജപബാണവും ധരിച്ചാസയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരാവാരം പ്രീതി കൊണ്ടങ്ങനെ വാഴുംകാലം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനീതനായി ചൊന്നേൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നങ്ങളെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലെ. ശ്രീരാമനത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തതു വഴി പോലെ. കേട്ടാലുമെങ്കിലും അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമാമെല്ലാം. മുമ്പിലാൽ മായാരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവാൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയാമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങൾ എന്നു രണ്ടു രൂപം മായയ്ക്കെന്നു എന്നറിയുക നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയുക. അതിൽ സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം ആത്മവിദ്യാരൂപമതും സംഘാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രഞ്ജു കണ്ടെത്തിങ്കലെ പന്നകാ ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെടുന്നതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കില്ല അല്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാവേണ്ട. ജന്മസംസാര വൃക്ഷാമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയാമയം ദേഹസംബന്ധം മായാ വൈഭവം വിചാര്യതേ. ഇന്ദ്രിയാദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ നാമം. എന്നിവറ്റിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക നീ സൗമിത്രേ. നീ
ജീവാത്മാവെന്നും പരമാത്മാവെന്നും എന്നതും ഓർക്കിൽ. കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംബം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ അന്യുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജാചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിടക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച ആനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കിത്തൻ മനസ്സേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേതി അമിത ജപത്തോടും പുത്രധാരാസാദിഷു നിസ്നേഹത്വവും ചെയ്തു ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃതാജനങ്ങളുമായി വസിക്കായി കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങളെ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളാൽ ആത്മനീ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മനസ്സേ വികൽപ്പങ്ങളേതുമേ ഉണ്ടാകൂല. ആത്മാവാകുന്നതെന്നുണ്ടോ കേളുമതിൽ ആത്മാവല്ലോ ദേഹപ്രാണ ബുദ്ധ്യഹങ്കാരം മാനസാദികളൊന്നും അവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പതു ചിതാത്മാവോ ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാർത്ഥമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ അറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുവല്ലോ. ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിന്നു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസ്വതന്ത്രാഗതൻ അപരിച്ഛേദനല്ലോ. ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിവാദികളാൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ യോഗിനാമേകാത്മനം ജ്ഞാനമാചാര്യശാസ്ത്രൗഖോപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവ പരയോർമൂലവിദ്യ ആത്മനീ കാര്യങ്ങളും കൂടി ചെന്നു ലയിച്ചിടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപമേതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളവരിൽ എല്ലാരും ജഗത്തിങ്കൽ. മൽഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കൺമതിന്നുണ്ടു പണി. രാത്രിയിൽ തൻ്റെ പാദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവതിവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണവും എന്തോന്നു കേട്ടാലും നീ ജാനകി ജീവന സ്മരണം. എന്താ മനസ്സിലായേ? ഒന്നും മനസ്സിലായില്ല. എത്ര തവണയും നമ്മൾ വായിക്കുന്നു എന്നിട്ടും ഒന്നും മനസ്സിലായില്ല. ഈ ലക്ഷണോപദേശമൊക്കെ വായിക്കുമ്പോഴാണ്
അത്യന്തം രഹസ്യമായിട്ടുള്ളതാണ്. അപ്പം മനസ്സിലാവണില്ല പറയണതെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പം പറഞ്ഞത്? ഭക്തി ഇല്ലാണ്ട് ഇതൊന്നും ആർക്കും മനസ്സിലാകാം. അപ്പം നമുക്കൊന്നും ഭക്തി ഇല്ല, ഭക്തിയുടെ അടുത്തേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അവിടേക്ക് ഇങ്ങനെ ഉള്ള യാത്രയായിട്ടുള്ളൂ, നമ്മുടെ ഉള്ളിലേക്ക് ആ ഭക്തിയൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഭഗവാൻ ഇങ്ങനെ പറയണു, അത് അറിയേണ്ടതായ പരമാത്മാവിനെ അറിയണോട് കൂടിയിട്ട് മായയുടെ ഭയമെല്ലാം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക. ആത്മാവില്ലാണ്ട് ആ ശരീരം ആണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്നവരൊക്കെ ആ ശരീര സംബന്ധമായിട്ടുള്ളത് കൊണ്ടാണ് ഈ സംസാര ദുഃഖം ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ ഉണ്ടാക്കുന്നതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഇത് ഓരോ സംഘം, കാമം, ക്രോധം, മോഹം, സ്മൃതിനാശം, ബുദ്ധിനാശം എന്നുള്ള സംഗാതികൾ ദോഷങ്ങളെ ഒഴിവാക്കുന്നതൊക്കെ ഈ അറിവില്ലായ്മ തന്നെയാണ്. അപ്പോൾ അത് അല്ലാതെ കണ്ട് ആ വിദ്യ ആണെന്നുണ്ടെങ്കിൽ അതെന്താ ആനന്ദപ്രാപ്തിക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തുണ്ട് കയറ് നമ്മളെപ്പോഴും പറയാറില്ല, ഇരുട്ടത്ത് പാമ്പാണെന്ന് തോന്നുന്നു, വിളക്ക് കൊണ്ട് ചെല്ലുമ്പോഴാണ് അത് പാമ്പല്ല എന്ന് മനസ്സിലാവുക. അപ്പോൾ പാമ്പാണെന്ന് തോന്നണ മാത്രമേ ആധി ഉണ്ടാകണു. ചിലപ്പോൾ ആ ബോധം കെട്ട് വീഴുക വരെ ചെയ്യും, പാമ്പ് കടിച്ചു എന്ന് വിചാരിച്ചിട്ട്. വിളക്ക് കൊണ്ടൊന്ന് കാണിച്ചു തരുന്നത് പാമ്പല്ല കയറാണെന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ആ ശരീരത്തിന് എന്തുകൊണ്ടാണ് തെറ്റി? ആ മനസ്സിൻ്റെ വികല്പം കൊണ്ടാണ് അത് മുഴുവനും ഉണ്ടായത്. അപ്പം മനസ്സാണ് നമ്മളുടെ എല്ലാവിധത്തിലുള്ള ഭയത്തിനും ആധിക്യമൊക്കെ കാരണം. ശരിയായിട്ടുള്ളതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ചിത്തം, മൂലപ്രകൃതി, ഇതൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രം തന്നെയാണ് നമ്മുടെ ശരീരം. അങ്ങനെ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് രണ്ടാണെന്ന് നമ്മൾ കൽപ്പിക്കുന്നു. അറിവില്ലാത്തത് കൊണ്ട് രണ്ടല്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ്, പര്യായ പദങ്ങൾ മാത്രമാണ്. അതുപോലെ അഹങ്കാരം, അഭിമാനം, ഡംഭം, ഹിംസ തുടങ്ങി കാമം, ക്രോധം തുടങ്ങിയവ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടായാൽ മാത്രമേ നമുക്ക് ഈശ്വരനോട് കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല. അയ്യോ ഞാനൊക്കെ ഇങ്ങനെയുള്ള, എനിക്കൊരു അഹങ്കാരമില്ല, എനിക്കൊരു ഡംഭമില്ല, എനിക്കൊരു ദേഷ്യമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ പൊട്ടി മുളയ്ക്കണത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാവും. നമ്മളതുവരെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശാന്തരായിട്ടിരിക്കും. പക്ഷെ നമ്മളെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം വന്നാൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന്, കാരണം ഇതൊക്കെ ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ, എപ്പോഴാണ് പൊട്ടി പുറപ്പെടേണ്ടതെന്ന് ആലോചിച്ചിട്ട്. ഇതൊന്നും ഇല്ലാണ്ടായിട്ടില്ല. അതൊക്കെ ഇല്ലാണ്ടാവാത്തത് കൊണ്ടാണ് ഇതൊന്നും നമുക്ക് ബോധിക്കാത്തത്. അപ്പോൾ മറ്റുള്ളവരുടെ ആക്ഷേപാദികൾ സഹിച്ച് അതിനൊക്കെ സമഭാവനയോട് കൂടിയിട്ട് ആ കോപശോഭങ്ങളൊന്നും ഇല്ലാണ്ട് അതൊക്കെ ഈശ്വരൻ തന്നെ പ്രസാദമാണെന്ന് കരുതി ഭക്തിപൂർവം ആ പരമാത്മാവായ ഭഗവാനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വെച്ചാൽ ആ ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാന്റെ പൂജകൾ ചെയ്ത് ആ ഭഗവാനെ അർച്ചിച്ചുകൊണ്ട് അങ്ങനെ ആ സാധനകളൊക്കെ ചെയ്തിട്ട് മനഃശുദ്ധിയും ദേഹശുദ്ധിയും ഒരുപോലെ വരുത്തണം. ദേഹശുദ്ധി മാത്രം വരുത്തിയാൽ പോരാ, മനഃശുദ്ധി ഉണ്ടാവണം. അപ്പോഴാണ് നിത്യവും അങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനാണ് പറയണത്. സത്യനിഷ്ഠയോട് കൂടിയിട്ട് മനസ്സും വാക്കും പ്രവൃത്തിയൊക്കെ നിയന്ത്രിച്ച് അവരൊക്കെ അത് ഈശ്വരൻ്റെ പാദത്തിൽ സമർപ്പിച്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളെ പറ്റിയിട്ട് ഒരിക്കലും ചിന്തിക്കാണ്ടൊക്കെ ജീവിക്കണം. ആ കണ്ണിന് അല്ലെ എന്ത് കാഴ്ച കണ്ടാലും നമുക്ക് കണ്ണുകൊണ്ട് മതിയാവണില്ല, കാതുകൊണ്ട് കേട്ടാലും മതിയാവണില്ല, നാവിനെത്ര രുചിച്ചാലും മതിയാവണില്ല, ശരീരത്തിനെത്ര സ്പർശിച്ചാലും മതിയാവണില്ല എന്നുള്ള ആ ഇന്ദ്രിയങ്ങളെ മുഴുവനും സുഖങ്ങളെ കൊണ്ട് ആ ഇന്ദ്രിയ സുഖങ്ങൾ അതെല്ലാം ക്ഷണികമാണ് അല്ലേ? എല്ലാം ക്ഷണികമാണ്. നല്ലതെന്ന് തോന്നിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് അപകടമായിട്ട് തീരും. അപ്പോൾ അത് എല്ലാം ക്ഷണികമാണ്, അതിലൊന്നും സുഖമില്ല. അപ്പോൾ ജന്മം, വാർദ്ധക്യം, മരണം എന്നിവയെക്കുറിച്ച് ആ ഒരു മനുഷ്യനായ ജനിച്ചു കഴിഞ്ഞാൽ അത് ജനിച്ചാൽ വളർന്ന് വലുതായി വാർദ്ധക്യം വന്ന് മരിക്കും. അത് എല്ലാവരും മരിച്ചു പോവും. അത് ആ ചിന്ത എപ്പോഴും ഉണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ വേർപെട്ട് പോവാം. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ച് അഭിമാനിക്കണേൽ അർത്ഥമൊന്നുമില്ല എന്നുള്ളത് എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ട് അഹങ്കാരം ഇല്ലാണ്ടാക്കണം. ആ ഭഗവാനിലെ മനസ്സുറപ്പിച്ചിട്ട്
സമഭാവനയോട് കൂടിയിട്ട് എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് മമത എന്നുള്ള ഭാവം വല്ലാണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ബന്ധുക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അച്ഛനമ്മമാരോടൊക്കെ വല്ലാത്തൊരു മമതയായിരിക്കും. ഒരു പരിധിയിൽ വിട്ടിട്ട് സ്നേഹിക്കേണ്ടവരെന്ന് പറയണില്ല. അതിന് ബന്ധങ്ങൾ നല്ലതാണ്, അതിന് ബന്ധനമാവാണ്ടിരിക്കുക, അമിതമായിട്ട് ആ മമത ഇല്ലാണ്ടിരിക്കുക. അപ്പോഴാണ് ഒന്നിനും ആസക്തി ഇല്ലാണ്ടിരിക്കുക. ഇഷ്ടത്തിലായാലും അനിഷ്ടത്തിലായാലും ആ മനസ്സിനെ സമനിലയ്ക്ക് നിർത്താൻ സാധിക്കുക. അങ്ങനെയുള്ള പ്രാകൃതരമായിട്ടുള്ളത് ഉള്ളവരുടെ സംസർഗം ഒഴിവാക്കി തീർക്കുക. അങ്ങനെ അറിവുള്ളവരുടെ അടുത്ത് പോയിട്ട് അറിവിനെ പറ്റിയിട്ട് കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുക. സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിക്കുക എന്നുള്ളത് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിവുണ്ടാവും. ആത്മാവ് എന്താണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയണം. ദേഹം, പ്രാണൻ, ബുദ്ധി, അഹങ്കാരം, മനസ്സ് ഇവയൊന്നും ആത്മാവല്ല. പരമാത്മാവ് വേറെ തന്നെയാണ്. ആ ശുദ്ധനും നിത്യനുമായിട്ടുള്ള ആ ചിതാത്മാവാണ്. അത് എങ്ങനെ ആ ആത്മാവ് അറിവ് കൊണ്ടാണ്, ആത്മാവ് തന്നെയാണ് ഞാൻ എന്നുള്ള ബോധം വേണ്ടവണ്ണം അറിവ് കൊണ്ടേ വരാൻ കഴിയുള്ളൂ. ആ അറിവ് എങ്ങനെ ഉണ്ടാവണം? ആ അറിവുണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? പരമമായിട്ടുള്ള ആ ഭക്തി ഉണ്ടാവണം. അപ്പോൾ ആചാര്യന്മാരുടെയും ശാസ്ത്ര സമൂഹത്തിൻ്റെയൊക്കെ ഉപദേശം കൊണ്ടിട്ട് അതിങ്ങനെ കേൾക്കുക. കേട്ടാലൊന്നും മനസ്സിലായില്ലെങ്കിലും കേട്ടുകൊണ്ടേയിരിക്കുക. കേട്ട് 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 കുറേ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി നമ്മുടെ അത് പ്രകാശിക്കുന്ന സമയത്ത് ഈ കേട്ടതൊക്കെ നമുക്ക് അനുഭവമായിട്ട് തീരും. കേട്ടിട്ട് ഞാനെന്താ കാര്യം, എനിക്കൊന്നും മനസ്സിലാവില്ല, വെറുതെ ഇതൊക്കെ കേട്ടിട്ട് എന്താ കാര്യം, എനിക്കിതൊന്നും അറിയില്ല എന്ന് വിചാരിക്കേണ്ട. ഏത് ഭാഷയിലായാലും അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞില്ലേ, സംസ്കൃത ഭാഷ അറിയാത്ത വ്യക്തികൾ സംസ്കൃതത്തിൽ ഒരിക്കലിങ്ങനെ പറയും, ഭഗവത്ഗീത പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവ്, ധാരാളം അറിവുള്ളവർ, ഗീത ക്ലാസ്സിൽ എന്നും വരണവരും, ഗീതയുടെ ഏത് ഭാഗം ചോദിച്ചാലും അർത്ഥം പറയാൻ അറിയാം, എല്ലാം അറിയാം, ഗീതയുടെ ഒക്കെ അറിയണവരൊക്കെ പുസ്തകം വച്ചിരിക്കുന്നു. എല്ലാവരും അതിൽ എന്താണെന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എല്ലാവർക്കും മണിമണിയായിട്ട് പറയാനറിയും. അങ്ങനെയുള്ള ഒരു വേദിയിൽ ഒരു യുവാവ് വന്നിരുന്നു. ആ യുവാവ് വന്ന് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗീതാ പുസ്തകമൊന്നുമില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് അങ്ങനെ ഒരാൾ വന്ന് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ പറയുന്ന ആചാര്യൻ അവരെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ പുസ്തകമൊന്നുമില്ല. പക്ഷേ ഓരോ ഭാഗങ്ങളും ഗീതയിൽ വായിക്കുമ്പോൾ ഈ യുവാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ട് അത്രയും അനുഭവിക്കണു ആ യുവാവ്. ആ ഗീതയിലെ ഓരോ ഭാഗങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് കേൾക്കണത്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഇത് നല്ല അറിവുള്ളവരായിരിക്കും, എല്ലാ കാര്യവും ഉൾക്കൊണ്ട് ആ ഗീതയെ അനുഭവിച്ചുകൊണ്ടിരിക്കണതല്ലേ, അത്രയും വലിയ മഹാത്മാവാകും. മഹാത്മാക്കളെയൊക്കെ അങ്ങനെയാണ്, കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാകൃതനെ പോലെയൊക്കെ തോന്നും. പക്ഷേ നമ്മളൊന്നും തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊക്കെ നടക്കുന്നത്. അങ്ങനെ ആരോ ആണെന്ന് കരുതിയിട്ട് ഇത് കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞ് ഒഴിഞ്ഞ് നിന്നപ്പോൾ അങ്ങ് ആരാണെന്ന് ചോദിച്ചു. ആചാര്യ പറഞ്ഞു, ഞാൻ ഇവിടെ കൂലിപ്പണി ചെയ്യണ ഒരു ആളാണ്, ഇന്ന് പണിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറയേണ്ടതെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പണിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയും മക്കളൊക്കെ പഷ്ണിയെ വന്നാന്ന് ചെയ്യണ പണിയെടുത്തിട്ട് കിട്ടണത് കൊണ്ട് അവർക്ക് കൊടുക്കണം. അപ്പം ഇന്ന് പണി ഉണ്ടായില്ല. അപ്പം ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഭഗവാന്റെ കഥ പറയേണ്ടതെന്ന് കേട്ട് ഓടി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങേക്ക് ഇവിടെ പറഞ്ഞതൊക്കെ മനസ്സിലായോ? പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഭഗവാനെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. പറഞ്ഞതൊന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പക്ഷെ അതിൽ ഓരോ വാക്കുകളിലും ഭഗവാനെ അനുഭവിക്കാൻ ആ ജീവന് കഴിഞ്ഞു. പൂർവ്വജന്മത്തിൽ സുഹൃതം ചെയ്ത ജീവനാണ്. കർമ്മപ്രാരാബ്ധം കൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കേണ്ടി വരികയാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും ആ ഭഗവാനിലേക്കുള്ള ആ ഒരു കുതിച്ചുചാട്ടാണത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കാണുമ്പോൾ കുതിച്ചിടുന്നു ജീവനും അപ്പോഴേന്ന് പൂന്താനം മുത്തശ്ശൻ പറയുന്ന ആ ഒരു കുതിപ്പ്, ആ ജീവൻ്റെ ഓരോ വാക്കുകളിലൂടെയും
അത് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പം നമ്മളുടെ അറിവിൻ്റെ പരിധിയൊന്നുമില്ല, അതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ്. അറിവൊന്നുമില്ല, എത്രയും പഠിച്ചിട്ട് എത്രയും അറിവുള്ളവരായാലും വേണ്ടില്ല. ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന അനുഭവം പോലെ നമ്മളത് അനുഭവിക്കുന്ന പോലെ അനുഭവിക്കാൻ ചിലപ്പോൾ അവർക്കൊന്നും സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? പരമമായ ആ ഭക്തിയാണ് എന്ന് പറയണു. അപ്പോൾ അങ്ങനെ ആ ഭക്തി ഉള്ളിലുണ്ടായാൽ മാത്രമാണ്. ഈ ഭക്തി ഇല്ലാത്തവർക്ക് ഈ ബോധം ഉണ്ടാവില്ല. എത്ര പഠിച്ചാലും എത്ര പറഞ്ഞാലും ഈ ബോധം ഉണ്ടാവില്ല. ഭക്തി കൊണ്ട് തന്നെയാണ് അത് ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മുക്തിയും ലഭിക്കുള്ളൂ. നമുക്ക് കണ്ണുണ്ടെന്നുണ്ടെങ്കിലും ഇരുട്ടത്ത് കണ്ണ് കാണോ? ഇല്ല. അവനവൻ്റെ പാദം കാണണമെങ്കിൽ വരെ എന്ത് ചെയ്ത് ഇരുട്ടത്ത് കാണില്ല. അപ്പോൾ വിളക്കിൻ്റെ സഹായത്തോട് മാത്രമേ കാണുള്ളൂ എന്ന് പറയുന്ന പോലെ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ സത്യദർശനം സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ഭക്തനെ ആത്മാവിനെ തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ ഭക്തി ഉണ്ടാവാൻ ഇനി എന്താ കാരണം എന്നുള്ളത് പറയാം എന്ന് പറയാണ്. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമമതും മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശ്യാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയുമത പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണം കൊടുക്കയുമത മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതാമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. അപ്പം എന്തുകൊണ്ട് എങ്ങനെയാണ് ഭക്തി ഉണ്ടാവണേന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭക്തന്മാരായിട്ട് നിരന്തരം എപ്പോഴെങ്കിലും ഒരിക്കലും സത്സംഗത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. നിരന്തരം ഭക്തിയുള്ളവരായിട്ട് സത്സംഗത്തിലിരിക്കുക. അതുപോലെ ഒരു ദിവസം വന്നു, ഒരു ദിവസം വന്നില്ല, ഒരു ദിവസം പോയി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഇരുന്ന് കഥകൾ പറയുകയാണ്, ഭഗവാന്റെ കഥകൾ പറയുകയാണ്. 1 മണിക്കൂറാണ് കഥകൾ പറയുന്നത്. ആ 1 മണിക്കൂറിൽ 59 മിനിറ്റും നമ്മൾ ഭഗവാന്റെ കഥകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഭക്തിയോടുകൂടി ലയിച്ചിരിക്കുക. പിന്നെ ബാക്കി വന്ന 1 മിനിറ്റിൽ ലോകവർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മൾ സന്തോഷിച്ചു. നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലുണ്ടാവുക എന്താ? ഈ 1 മണിക്കൂർ 59 മിനിറ്റ് പറഞ്ഞ കാര്യമല്ല, ഈ 1 മിനിറ്റിൽ പറഞ്ഞ ലോകവർത്തമാനങ്ങളാണ്. കാരണം നമ്മൾ അതിനോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് അതിനെയാണ് നമ്മൾ ആസ്വദിച്ച് ശീലിച്ചിട്ടുള്ളൂ. മറ്റത് നമ്മൾ ആസ്വദിച്ച് ശീലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം വന്നു, പിന്നെ ഒരു ദിവസം വന്നില്ല, പിന്നെ ഒരു ദിവസം കേട്ടില്ല. അങ്ങനെ ആയതുകൊണ്ട് കാര്യമില്ല. നിത്യം അഭ്യസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് ഇപ്പോൾ അത് പുരാണ പാരായണങ്ങളായാലും ശരി, നാമജപായാലും ശരി, സത്സംഗമായാലും ശരി, നിത്യോപാസനയായെങ്കിൽ മാത്രമേ നിരന്തര സമ്പർക്കം കൊണ്ട് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, ഭക്തന്മാരായവരെയൊക്കെ സേവിക്കുക. പരമമായ ഭക്തിയുള്ളവരെയൊക്കെ പാദസേവ ചെയ്യാനൊക്കെ സാധിക്കുക. അത് നമ്മൾ പറയാറുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ തന്നെ അത് ഭക്തി ഉണ്ടാവാനൊരു മാർഗമായിട്ട് തീരും. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുന്നത്, ഭക്തൻ്റെ ദാസൻ്റെ ദാസനാവാനെങ്കിലും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണില്ലേ. പിന്നെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുക, പൂജ, വന്ദനം, പിന്നെ ഭഗവാനെ ഭാവനയിൽ കാണുക. അതും ഇതൊക്കെ ചിന്തിച്ച് മനസ്സിൽ വേണ്ടാത്തൊരു കാര്യം കേട്ട് അതിനെപ്പറ്റി 100,000 ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും അല്ലേ. അതേസമയം ആ ചിന്തകൾ വരുന്ന സമയത്ത് എന്തിനാ ഈ ആവശ്യമില്ലാത്ത ചിന്തിക്കണേ? ഗുരുവായൂരപ്പനെ പറ്റി ചിന്തിക്കാം. ആ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ മുല്ലോർലി തേവരെ പറ്റി ചിന്തിക്കാം. എന്ന് ആ തേവര നടയിൽ ചെന്നപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു തേവരെ കാണാൻ. ആ തേവര് അതിമനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ആ അണിഞ്ഞൊരുങ്ങിയതാ ആ മാലകളൊക്കെ ചാർത്തി കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നുള്ള തുടങ്ങി ആ ഭഗവാനെ പറ്റിയിട്ട്, ആ ഭഗവാന്റെ മുമ്പിലുണ്ടായ നമുക്കുണ്ടായ അനുഭവങ്ങളെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ട്, ഈശ്വരനെ പറ്റി ചിന്തിക്കാം. ബാക്കിയുള്ളത് അത് ഭാവനയിൽ നമ്മൾ ഭഗവാനെ ഇപ്പം നമുക്ക് ഏത് ഭാവത്തിൽ എടുക്കാം അല്ലേ. അപ്പം നമുക്ക് പ്രിയപ്പെട്ട ഭാവത്തിൽ എടുക്കാം. ഒരു ഉണ്ണിയായിട്ട് എല്ലാവരും കണ്ണനെ എന്താ ഒരു ഉണ്ണിയായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഉണ്ണിയായിട്ട് കാണുമ്പോൾ ആ ഉണ്ണിയെ നമ്മൾ എടുക്കണതും കൊഞ്ചിക്കണതും കുളിപ്പിക്കണതും കണ്ണിയെ കണ്ടത് ഭാവന ചെയ്യണ നേരം അങ്ങനെ ഭാവന ചെയ്ത് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ മാലിന്യങ്ങളില്ലാണ്ടാവും. മറ്റേതെന്ന് വെച്ചാൽ വേറെ മനോമാലിന്യങ്ങളെ കൂട്ടും. അതുകൊണ്ട് ആ ഭാവന ചെയ്യുക.
പിന്നെ ഹോമം ചെയ്യുക, അതുപോലെ വിപ്രന്മാർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ സാധിക്കുക, കഥകൾ പാരായണം ചെയ്യുക, കഥകൾ കേൾക്കുക, ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുക, നാമം ചൊല്ലിക്കുക, ഇതൊക്കെ ഭക്തി ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ട് തീരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഏറ്റവും ഭക്തി ഉള്ളവരാണ് ഏറ്റവും പരമമായ ഉത്തമന്മാരിൽ ഉത്തമന്മാരാണെന്ന് പറയുന്നു. ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം ധാവക പ്രശ്നാനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വ്യക്തവ്യമല്ല നൂനത്രയും ഗുഹ്യം മമ. ഭക്തന്മാർക്കൊഴിഞ്ഞത് ഇത് ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ആ ഭക്തന്മാരോട് മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു രാമായണ മാസാചരണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജൊക്കെ കെട്ടി, നമുക്ക് വേണമെങ്കിൽ കവലയിൽ രാമായണം മൈക്കൊക്കെ വെച്ച് കെട്ടി പറയാം. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിമുഖന്മാരായോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരിതിനെ നിന്ദ ചെയ്യാൻ തുടങ്ങും. നിന്ദ ചെയ്യാൻ വെച്ചാൽ ഭഗവാനെ അവർ നിന്ദിക്കാൻ കാരണമായത് ആരാ? നമ്മളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ നിന്ദയുടെ ഇതും കൂടി നമുക്ക് വരും. അപ്പോൾ അങ്ങനെയല്ല, പൂവ് വിരിഞ്ഞ് നല്ല സുഗന്ധമുള്ള പൂവ് വിരിഞ്ഞിരിക്കണ ഉണ്ടെങ്കിൽ വണ്ടുകൾ തേടി ഇങ്ങോട്ട് വരും, തേനീച്ചകൾ തേടി ഇങ്ങോട്ട് വരും. ഈ പൂവ് ഇങ്ങനെ കൊണ്ട് നടക്കണ്ട, തേനീച്ചകളെ തപ്പിയിട്ടല്ലേ. എവിടെയാണോ ആ പൂവ് നേരത്തെ നിൽക്കണുള്ളൂ. അപ്പോൾ അതിനെ അത് കുടിക്കുക ആവശ്യമായിട്ടുള്ളവരെ അങ്ങോട്ട് അന്വേഷിച്ച് വരും എന്ന് പറയണ പോലെ എവിടെയാണോ നമ്മളിരിക്കണേ അവിടെ ഭഗവാൻ നമ്മളെ ഇരുത്തിയേക്കണേ. അവിടെ ഇരുന്ന് ഈശ്വര ചിന്തകൾ ചെയ്യുമ്പോൾ അതിനോട് രമിക്കാൻ ആഗ്രഹമുള്ളവർ മനസ്സിന് ആ മനസ്സുകൊണ്ട് അതിലേക്ക് എത്താൻ സാധിക്കുന്നവരൊക്കെ ഏത് നിലയ്ക്കും വരും. ഇന്നത്തെ വരവ് തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറയാൻ മറന്നുപോയി, ഇന്ന് നേരത്തെ പാരായണം തുടങ്ങണമെന്ന് ഞാൻ എന്നിട്ട് ഇന്നലെയാണ് വൈകുന്നേരം അത് ഗ്രൂപ്പിൽ നാമജപ ഗ്രൂപ്പിലിട്ടത്. പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഇന്ന് എല്ലാവരും ഇവിടെ എത്തുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ എപ്പോഴും മൊബൈൽ നോക്കണവരൊന്നും അല്ല, നമ്മളെപ്പോലെയുള്ളവർ പ്രത്യേകിച്ചും വീട്ടമ്മമാരെ അങ്ങനെ നോക്കിയിരിക്കണവരല്ലാന്ന് എനിക്കറിയാം. സാധാരണ ഞാൻ ഇതിനു മുമ്പും ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ടാലും ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കാണണവരും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഭഗവാന്റെ കാരുണ്യം, നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഇഷ്ടം കൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടു. ഞാനിവിടെ വരണേക്കാളും മുമ്പ് സതിച്ചേച്ചിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു 7:15 ആയപ്പോഴേക്കും. അപ്പം ഒരുപാട് സന്തോഷമാണ് അങ്ങനെ കാണുമ്പോൾ. കാരണം ഇതുപോലെ എന്തൊരു പെരുമഴയായിരുന്നു ആ നേരത്ത്. ഭഗവാൻ ആ പെരുമഴയൊക്കെ എനിക്ക് തോന്നുന്നു നമുക്കുള്ളൊരു അതിനെ വിട്ട് ഭഗവാനേക്കാളും ഉണ്ടോയെന്ന് നമ്മളെയൊക്കെ ഒന്ന് പരീക്ഷിക്കുകയാണോ എന്ന് തോന്നും. ഇത് കഴിഞ്ഞിട്ടും ഇവിടെ എത്താൻ പറ്റുന്നുണ്ടോയെന്ന്. അപ്പോൾ അത്രയും എല്ലാവരും ഇവിടെ ഗൃഹസ്ഥാശ്രമികളായവരാണ്. എല്ലാവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സുധയുടെ കാര്യമൊക്കെ പറയുമ്പോൾ വീട്ടിൽ വയസ്സായ അമ്മയുണ്ട്. അതൊക്കെ തയ്യാറാക്കിയിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ. എന്നാലും ആ സമയത്തിന് തന്നെ എത്തണം എന്നുള്ളൊരു ത്വരയോട് കൂടിയിട്ട് എല്ലാവരും ഒരു 8 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പറയണത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം അതാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു ഇഷ്ടമുണ്ടോ നമ്മൾ എത്തിച്ചേരും. അതിന് യാതൊന്നും തടസ്സമായിട്ട് വരില്ല എന്ന് പറയുന്നു. ഭക്തനെന്നാകിൽ ചോദിച്ചില്ലെന്നാകിലും വ്യക്തവ്യാമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസശ്രദ്ധായുക്തനാം മർത്യനിതു നിത്യമായി പാഠം ചെയ്യീല ജ്ഞാനാമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്തസംസ്ഥിതായല്ലോ മുക്തി എന്നറിഞ്ഞാലും. അങ്ങനെ ആ മുക്തി അതിനെ പറ്റിയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കണു. ഇനി ശൂർപ്പണയുടെ ആഗമനമാണ് അടുത്തത്. ഒരു 9:15 നിങ്ങളൊന്ന് പറയണം കേട്ടോ. ജാനകീ ജീവനസ്മരണം ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനാരിത്തിരി നേരാമിരുന്നിടിനോരനന്തരം ഗൗതമേ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി നിശാചരി ജനസ്ഥാനവാസിനിയാകിയ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി
പങ്കജധ്വജ അങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകാമുൾക്കൊണ്ടു രാമാശ്രമകമ്പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയാനാശനം പരം മാനവാവീരം മനോമോഹനം മായാമയം മാനസാഭവാസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിയിടുന്നത് കണ്ടു മീനാഗേതന ബാണപീഡിതായ അയാളേറ്റം ജാനകി ജീവനസ്മരണം ഹരേ രാമ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇതൊന്നും കൂടെ വായിക്കാം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനാരിത്തിരി നേരാമിരുന്നിടിനോരനന്തരം ഗൗതമീ തീരെ മഹാരാനനെ വഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീ ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി വമങ്കി തേടിയിടും പാദപാദങ്ങളോ അതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകാമുൾക്കൊണ്ടു രാമാശമകമ്പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജംബയ ഭവഭയാനാശനം പരം മാനവാവീരം മനോഹരം മായാമയം മാനസാഭവാസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതായ അയാളേറ്റം സുന്ദരവേഷത്തോട് മന്ദഹാസവും പൊഴിഞ്ഞിന്തിരാവരനോടു മന്ദമായി അരുൾ ചെയ്തു ആരടോ ഭവൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചു ഇത് താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണാഭഗീനി ഞാൻ ആഖ്യയാശൂർപ്പണകാമരൂപിണിയല്ലോ ഖരദൂഷണ തൃശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനനസ്ഥാനേ ഞാനിരിപ്പതു തഥാ നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞീലതും പുനാരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യവൾ ജനകാത്മജ സീതാധന്യേ മദ്ഭ്രാതാവായ ലക്ഷ്മണനിവനെടോ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പോന്നു രമിച്ചു കൊള്ളണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവാവീരൻ അവളോടരുൾ ചെയ്തിടിനഞ്ഞാനിഹാതബോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ മാനസേ പാർത്താൽ വെടിഞ്ഞിടരുത് ഒന്നുകൊണ്ടും സാപത്യോത്ഭവ ദുഃഖമെത്രയും കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മീ ദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനടോ മംഗലാശീലാനുരൂപനെത്രയും നിനക്ക് നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നത് കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൻ ഭർത്താവാകുന്നു തന്നെ ചെന്നവളോട് ചിരിച്ചവനു മുര ചെയ്താൽ എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം
മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാകാൻ തക്കവളല്ലായല്ലോ. ചെന്നു നീ ചൊല്ലിയിടകിലേശ്വരനായ രാമൻ നിന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ, നിനക്കെന്നു ഒന്നുകൊണ്ടും ഒരു ദുഃഖ സങ്കടമുണ്ടായി വരാ. മന്നവാഗിരീവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കായി വരൂ മനാരഥം. ഇത്തരാം അവൾ ഉര ചെയ്തത് കേട്ട നേരം ഉത്തരാമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരു തീവേണാമതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരു തീവേണാം അവനിതാരെന്നോ തിരിഞ്ഞിരിക്കും നേരം അപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. ഒരു തീവേണം അവനിതാരെന്നു തിരഞ്ഞിരിക്കും നേരം അപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമെന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും. തിരിക്കുന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനടോ. രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല തേജസ്സോടും രാവണ ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ നിന്നിലേതും ഒരു കാംക്ഷയും എന്നറിയുക. മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപ പോയി ചെന്നു നിന്നപേക്ഷിച്ച ആശയ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും മതി പ്രേമവും ആലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപ്പെട്ട ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ടയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ചവൾ നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കണ്ടു ലോകം ആകെ മാറ്റലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറ് പോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നട കൊണ്ടാൻ ജാനകി ജീവനസ്മരണം. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ എനിക്ക് കുറേ കാലത്തേക്ക് ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ മാത്രം ശ്രീരാമചന്ദ്ര പ്രഭുവിനോടൊരു പിണക്കായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഒരു സങ്കടം ആയിരുന്നു. മനസ്സിലായില്ല. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു അറിവില്ലെങ്കിലും വേണ്ടില്ല, കുറേ നമ്മൾ നാമം ജപിച്ച് ഭഗവത് കഥകളെ നമുക്ക് മനസ്സിലായില്ലെങ്കിലും വായിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ തന്നെ ഉള്ളിലിരുന്നത് തെളിയിച്ചു തരുന്നു. അതുപോലെയുള്ള ഒരു ഭാഗമാണ് ഇവിടെ. ഒരു ദിവസം പഞ്ചവടിയുടെ ആ ഭാഗത്തെ കൂടെ രാവണൻ്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് താമര, കൊടി, വജ്രം, തോട്ടി തുടങ്ങിയിട്ടുള്ള ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള കാലിൻ്റെ അടി മണ്ണിൽ പതിഞ്ഞ് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഇങ്ങനെ ഇത്ര മനോഹരം മണ്ണിൽ പതിഞ്ഞ കാൽപാദത്തിന് ഇത്ര സൗന്ദര്യം ഉണ്ടെങ്കിൽ ഈ കാലിൻ്റെ ഉടമസ്ഥന് എത്ര സൗന്ദര്യം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് കണ്ടുകൊണ്ട് അത് ആരാന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനെയും സീതാദേവിയൊക്കെ കണ്ടു. അപ്പോൾ ചോദിച്ചു, ആരാണ്, എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, എന്തിനാണ് ജടാവൽക്കരം ധരിച്ചേക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ കാമരൂപിണി എന്ന് ആദ്യം പറഞ്ഞു. കാമരൂപിണിയാണ് ഞാൻ എന്ന് പറയേണ്ടത്. കാമരൂപിണി ഇഷ്ടം പോലെ രൂപം സ്വീകരിക്കാം, നമ്മുടെ ആഗ്രഹം പോലെ രൂപം സ്വീകരിക്കാം. അപ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ സ്വരൂപം കൈക്കൊണ്ടിട്ടാണ് ആ ശൂർപ്പണഖ അവിടെ വന്ന് നിൽക്കുന്നത്. അത്രയും സൗന്ദര്യമാണ്, ആരും മോഹിച്ചു പോകുന്ന ഒരു സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തിൽ അവിടെ വന്നിട്ട് പറയണു, ഖരൻ, ദൂഷണൻ, തൃശിരസ് സഹോദരന്മാരുടെ അടുക്കൽ ഞാൻ താമസിക്കുകയാണ്, ആരാണെന്ന് പറയുമോ പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു പറഞ്ഞു, ഞാനിതാ ദശരഥൻ്റെ പുത്രനായിട്ടുള്ള
രാമനാണ്, ഇതെൻ്റെ പത്നിയാണ് എന്നൊക്കെ പറയുമ്പോൾ പറയും, നീ എൻ്റെ കൂടെ വന്ന് എനിക്ക് ഭർത്താവായിട്ട് തീരണം, എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം എന്ന് പറയും. അപ്പോൾ ശ്രീരാമൻ നല്ലോണം ഒന്ന് കടാക്ഷിച്ചിട്ട് പറയും, ഇതാ ഈ സീതയാണ് എൻ്റെ ഭാര്യ, അവളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. പിന്നെ സപത്നിക്ക് ഉണ്ടായാലുള്ള ദുഃഖം വളരെ കഷ്ടമാണ്, നിനക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരനായ ലക്ഷ്മണൻ സുന്ദരനാണ് എന്ന് പറയും. ലക്ഷ്മി ദേവിയുടെ അത്രയ്ക്ക് സൗന്ദര്യമുണ്ട്, നിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോവാണ്, അത്രയും സൗന്ദര്യമല്ലേ, അപ്പം നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാവും, നിങ്ങളങ്ങോട്ട് പൊക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ആ ലക്ഷ്മണൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ലക്ഷ്മണൻ എന്താ പറയുക, ഞാൻ ദാസനാണ്, നീ ദാസിയായിട്ട് ഇരിക്കേണ്ടവളല്ല, നീ അത്രയും സൗന്ദര്യമാണ്, ലക്ഷ്മിക്ക് തുല്യമാണ്, ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കുന്ന രംഗങ്ങൾ. ഇത് നമുക്ക് ഒരു സങ്കടമാണ്, ഭഗവാൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ ഭഗവാൻ കാണിച്ചു തരികയാണ്. ഇതുവരെ മനസ്സിൽ ഒരു കാര്യമാണ് തെളിഞ്ഞു വന്നിരുന്നത്, ഇതെന്തിന് എന്നുള്ളതിന് ചോദ്യത്തിന്. അതായത് നമ്മൾ എത്ര പുറത്തേക്ക് എത്ര മാന്യമായി എത്ര സൗമ്യമായിട്ട് പെരുമാറിയാലും നമ്മളുടെ ഉള്ളിൽ കണ്ടെത്തുന്ന ആളാണ് ഭഗവാൻ. നമ്മുടെ ഉള്ളെങ്ങനെയാണെന്ന് ഭഗവാന് നല്ലോണം അറിയാം. ഒന്ന് പ്രകോപിപ്പിച്ചാൽ, നമ്മളെയൊക്കെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ നമ്മളുടെ ഈ ലക്ഷ്മീഭാവമൊക്കെ മാറിയിട്ട് ശൂർപ്പണേഖയായിട്ട് തീരും. അത് ഭഗവാൻ കാണിച്ചു തരികയാണ്. നിങ്ങളുടെയൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ശൂർപ്പണേഖയെ ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ ആഗ്രഹിക്കുന്നത് കിട്ടില്ല എന്ന് വന്നപ്പോൾ അവിടെ കോപം ദേഷ്യം കൂടി വന്നപ്പോൾ ആ യഥാർത്ഥമായിട്ടുള്ള ആ രൂപം, ആ രാക്ഷസ രൂപം പുറത്തു വന്നു നമ്മളുടെയൊക്കെ ഉള്ളിൽ. നമ്മളെ ശൂർപ്പണഖ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ആ ശൂർപ്പണേഖ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും പറയാം, നഖങ്ങളൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ശൂർപ്പണേഖമാർ ധാരാളമുണ്ട്. അപ്പോൾ ആ ശൂർപ്പണേഖ തന്നെയാണ് നമ്മളുടെയൊക്കെ ഉള്ളിലും. അതെ, നമ്മളൊക്കെ എങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഭഗവാൻ അത് വേണ്ട, ഭഗവാൻ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ നമ്മളോട് അത്രയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഓരോരോ നമ്മുടെ വീട്ടിൽ തന്നെ മതി, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ അറിയാതെ നമുക്ക് പെട്ടെന്ന് വരുന്ന കോപം, ദേഷ്യവും നിരാശയും അല്ലേ, ഒരു കാര്യം ആഗ്രഹിച്ചാൽ കിട്ടാണ്ടാകുമ്പോൾ വരുന്നതും ഒക്കെ ഓരോ കാര്യങ്ങളും. അതെ, ഇപ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹത്തോട് കൂടിയിട്ടൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ ഒരാൾ തടസ്സം പറയണേ അത് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ ആളോട് വരുന്ന ഒരു ദേഷ്യം, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അയാളെക്കുറിച്ച് പറയുക അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളൊക്കെ അതുപോലെയാണ്. അപ്പോൾ അതാണ് അവിടെ ശ്രീരാമചന്ദ്രപ്രഭു ആ ശൂർപ്പണേഖയിലൂടെ നമുക്ക് കാണിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയും അത് ഇന്ന് വായിച്ചപ്പോൾ തോന്നിയ കാര്യം കേട്ടോ. മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നിയത്, ലക്ഷ്മണൻ ശ്രീരാമസ്വാമി ഭാര്യാസമേതനായിട്ടിരിക്കുന്നു, ലക്ഷ്മണൻ ഒറ്റയ്ക്കല്ലോ. ലക്ഷ്മണൻ്റെ മനസ്സിന് വല്ല ചാഞ്ചല്യം ഉണ്ടോയെന്ന് മറ്റുള്ളവർക്ക് തോന്നുമല്ലോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ സീതാദേവി കുറച്ച് കഴിയുമ്പോൾ സീത പോലും പറയണ്ട്, നീ എന്നെ മോഹിച്ചിട്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ അങ്ങനെയുള്ളൊരു ദുഷ്പേരൊരിക്കലും ലക്ഷ്മണന് വരരുത് എന്ന് വെച്ചാൽ ലക്ഷ്മണൻ്റെ മനസ്സിൻ്റെ ഉറപ്പ്. എത്ര സൗന്ദര്യമുള്ള വസ്തുവായാലും എത്രയായാലും ലക്ഷ്മണനതൊക്കെ നിസ്സാരാണ്. രാമനേക്കാൾ വലുതല്ല ലക്ഷ്മണനൊന്നും എന്നുള്ള സത്യത്തെ കൂടി ഇവിടെ കാണിച്ചു തരുന്നൊരു രംഗമാണത്. അതെനിക്ക് ഇന്ന് വായിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്ത ഉള്ളിൽ വന്നത്. കാരണം ആ ഒരു അവസ്ഥയിൽ കാട്ടിലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സുന്ദരിയാണ്, വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇവൻ വിവാഹം കഴിക്കുക. അപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ലക്ഷ്മണനിൽ ആകെ കൂടി ഒന്നേ ഉള്ളൂ, രാമനെ ശുശ്രൂഷിക്കുക, രാമനെയും സീതയും ശുശ്രൂഷിക്കുക എന്നുള്ളത് മാത്രം. അപ്പം അങ്ങനെ സീത തനിക്ക് കിട്ടേണ്ടത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അതുവരെ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ കാണുമ്പോഴാണ് വെറും കാമം മാത്രമാണ്, സ്നേഹത്തിനോട് കൂടിയിട്ടല്ല അവിടെ ശൂർപ്പണഖ ഒരു സ്നേഹഭാവം കൊണ്ടോ ഭക്തിഭാവം കൊണ്ടോ അല്ല രാമൻ്റെ സമീപം പോയത്. വെറുതെ ആ പുറമേ കാണുന്ന സൗന്ദര്യത്തിലുള്ള ആ ഭോഗാസക്തി മാത്രമായിരുന്നു. അത് തനിക്ക് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഇനി ആ രാമനെ കൊന്ന് ചോര കുടിക്കണം എന്നായി. അപ്പോൾ നോക്കുക അവിടെ എവിടെയാണ് സ്നേഹമുള്ളത്. പക്ഷേ ഇന്ന് ജീവിതത്തിൽ കാണുന്ന പലതും അങ്ങനെയല്ലേ, രണ്ടുപേര് തമ്മിൽ സ്നേഹിച്ചു എന്തെങ്കിലും കാര്യത്തിന് കയറ്റിയ മറ്റുള്ള ആരെങ്ങനെ ഇതാവണം, എത്രയോ അങ്ങനെ വധവും കാര്യങ്ങളൊക്കെ നടക്കണു. ഓരോരുത്തരെയും മറ്റുള്ളവർക്ക് എങ്ങനെ അയാളെ ദ്രോഹിക്കാം, എങ്ങനെ അയാളെ ഇല്ലാണ്ടാക്കാം എന്നുള്ള ചിന്തകളാണ്. അവിടെ എവിടെയുണ്ട് സ്നേഹം?
ഈ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ് ഉള്ളിലുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കണവരെ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമ്മളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവരെങ്ങനെയായാലും എവിടെയായാലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവർ സന്തോഷമായിട്ട് ജീവിക്കണ കാണുമ്പോൾ നമുക്ക് സംതൃപ്തി, അല്ലാണ്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശ ഉണ്ടെങ്കിൽ അവിടെ എവിടെയാണ് സ്നേഹമുള്ളത്? അതില്ല. അപ്പോൾ നമ്മൾ സ്നേഹിക്കണവരെ എങ്ങനെയായാലും അവർ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അത് നമ്മളെ സ്നേഹിക്കണം എന്നൊന്നുമില്ല. അതല്ലേ ഗോപികമാർ പറയണേ, കൃഷ്ണൻ ഞങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കണം എന്നില്ല, ഞങ്ങൾക്ക് കൃഷ്ണനെ അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി. അത് കാരണം കൃഷ്ണൻ എവിടെയോ പൊക്കോട്ടെ, ഞങ്ങളുടെ ഉള്ളിൽ ആ കൃഷ്ണനോടുള്ള സ്നേഹമുണ്ട്, അത് മതി എന്ന് ആ ഗോപികമാർ പറയണ പോലെ അതാണ് ആ സ്നേഹത്തിൻ്റെയൊക്കെ തീവ്രത കാണിച്ചു തരാനാണ് ഈ വക രംഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണുന്നത്. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ രാക്ഷസപ്രവരനായിടിനാഘരം മുന്നിൽ പക്ഷമറ്റ വേനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ അശൂഖരൻ മുറ്റിതൻ വക്രത്തിൽ സത്വരം പ്രവേശിച്ചതത്രതല്ലാരെന്ന് എന്നോടെത്രയും വലിയ നീ വീർത്തേറ്റം വിറച്ച് അലറി സഗദ്ഗത മാത്തി പൂണ്ടോർത്തു ഭീത്യാര് ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണന്മാരവരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ട് കൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ യോഗത്താലുഗ്രനാമവരജൻ ഗഡ്ഗേന ഛേദിച്ചിതു മത്കുജാതികളെല്ലാം ചൂരനായിടും നീ അവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തിരുമാറെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്യിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു ഖരൻ കോപത്തോടരുൾ ചെയ്താൻ ദുർനയാമേറെയുള്ള മനുഷാധമന്മാരെ കൊന്നു മൽഭഗനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണ ഇന്നതിന്നാശു 14 പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തീട് എന്നാൽ ഇവരാകുതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഖരാനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമങ്കുര മുസലാസി ചാപേഷു ഭിണ്ടിവലാദി പലവിധമായ ആയുധങ്ങളുമായി ക്രൂരന്മാരാത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം ബദ്ധവൈരേണ 14 വരെയും ഒരുമിച്ചു ശത്രുകം പ്രയോഗിച്ചാൻ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഖം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ട് അവഖണ്ഡിച്ചുടൻ പ്രത്യാർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ ശൂർപ്പണഖയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകീകരം മുമ്പിൽ വീണലറിനാൻ എങ്ങ് പോയി കളഞ്ഞു നിന്നോടുകൂടെ പറഞ്ഞിങ്ങ് നിന്നയച്ചവൻ 14 വരും ചൊൽവ നീ അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാത്ത കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ 14,000 പോരിന്നു ഖരദൂഷണനും അനുജന്തുശിരാവും ജാനകീ ജീവനസ്മരണം. ആ ഖരൻ പറഞ്ഞയച്ച 14 പേരും രാമസായകമേറ്റ് മരണപ്പെട്ടു. ആ വിവരം പറഞ്ഞപ്പോൾ വീണ്ടും 14,000 പേരോടും ആ ദൂഷണനും തൃശിരാവും കൂടിയിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ ഭാഗം വരെ വായിച്ചിട്ട് ഇന്ന് സമർപ്പിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെ വായിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. അറിഞ്ഞും അറിയാണ്ടും മാനസികമായിട്ടോ വാചികമായിട്ടോ ചിന്തകളെ കൊണ്ടോ എന്തെങ്കിലും ഒരു മാലിന്യം കലർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാനെ അതൊക്കെ പുറത്ത് ആ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം പരിശുദ്ധമാക്കി തീർത്തുകൊണ്ട് അവിടുത്തെ കഥകളെ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ മനസ്സുറപ്പിച്ചുകൊണ്ട് ഈ പാരായണം വീണ്ടും തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ.
യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് ഇത് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം. അറിഞ്ഞും അറിയാണ്ടും ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഭഗവാനെ അവിടത്തേക്കുള്ള സർവം എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ആഞ്ജനേയ സ്വാമിക്ക്. അതുപോലെ നമ്മുടെ ജപിച്ച് നാമങ്ങളൊക്കെ ജപിച്ച് സമർപ്പിച്ച് ഹരേ രാമനാമം ജപിച്ച് കർപ്പൂരം കത്തിച്ചിട്ട് നമുക്കിവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം വിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക്. ആരോടുമുള്ളിൽ പകയേച്ചിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീഹരയേ നമ, ശ്രീഹരയേ നമ. ജയ ജയ ശ്രീ രാധേശ്വരി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ശ്രീ രാധേശ്യാം.